വൈറ്റ് ഡിസ്ചാർജ് എന്ന അസുഖത്തെക്കുറിച്ചാണ്, അഥവാ വെള്ളപ്പോക്ക് എന്ന്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്ത്രീകൾ അനുഭവിച്ചിരിക്കുന്ന ഒരു പ്രയാസമാണ് വൈറ്റ് ഡിസ്ചാർജ്. വൈറ്റ് ഡിസ്ചാർജിൻ്റെ കാരണം, അതിൻ്റെ പരിഹാരം, അതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻ എന്നിവയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വൈറ്റ് ഡിസ്ചാർജിൻ്റെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ എന്താണ് നോർമൽ വജൈനൽ ഡിസ്ചാർജ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വജൈനൽ ഡിസ്ചാർജ്. നമസ്കാരം, ഞാൻ ഡോക്ടർ സെയ്ദ് മുഹസിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വൈറ്റ് ഡിസ്ചാർജ് എന്ന അസുഖത്തെക്കുറിച്ചാണ്, അഥവാ വെള്ളപ്പോക്ക് എന്ന്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്ത്രീകൾ അനുഭവിച്ചിരിക്കുന്ന ഒരു പ്രയാസമാണ് വൈറ്റ് ഡിസ്ചാർജ്. വൈറ്റ് ഡിസ്ചാർജിൻ്റെ കാരണം, അതിൻ്റെ പരിഹാരം, അതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻ എന്നിവയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വൈറ്റ് ഡിസ്ചാർജിൻ്റെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ എന്താണ് നോർമൽ വജൈനൽ ഡിസ്ചാർജ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വജൈനൽ ഡിസ്ചാർജ് നോർമലി 4 പ്രത്യേക ഗുണങ്ങളുള്ളതാണ്. നോർമൽ വജൈനൽ ഡിസ്ചാർജിൻ്റെ കളർലെസ് ആയിരിക്കും, ജസ്റ്റ് ലൈക്ക് വാട്ടർ, വെള്ളം പോലെയുള്ള വജൈനൽ ഡിസ്ചാർജ് ആയിരിക്കും. അതിൻ്റെ ലിക്വിഡ് സ്മെല്ലില്ലാത്തതായിരിക്കും, അതുപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. ഈ 4 ഗുണങ്ങളോടുള്ള വൈറ്റ് ഡിസ്ചാർജ് നോർമൽ വജൈനൽ ഡിസ്ചാർജാണ്. നോർമൽ വജൈനൽ ഡിസ്ചാർജ് വജൈനയുടെ pH നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. ഇനി എന്താണ് അബ്നോർമൽ വജൈനൽ ഡിസ്ചാർജ് എന്ന് നമുക്ക് പരിശോധിക്കാം. തുടർച്ചയായിട്ടുണ്ടാവുന്ന വൈറ്റ് ഡിസ്ചാർജ്. ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടർ ഞങ്ങൾ പീരീഡ്സിൻ്റെ സമയത്ത് പോലെ പേഡ് മാറ്റേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്, അല്ലെങ്കിൽ ഡെയിലി തുടർച്ചയായി കൊണ്ടുള്ള വൈറ്റ് ഡിസ്ചാർജ്. അതിൻ്റെ കളർ നോർമലി സ്റ്റാർട്ടിങ് വൈറ്റ് കളറായി, ദെൻ യെല്ലോ, പിന്നീട് മഞ്ഞ കളർ, അതിന് ശേഷം റെഡ് കളർ പോലും ചില പേഷ്യൻസ് പറയാറുണ്ട്. സിവിയർ ഇച്ചിങ് ഉണ്ടാവാറുണ്ട്, സ്മെല്ലായിരിക്കും. ഈ 4 ഗുണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇനി എന്താണ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ കാരണങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം. യുനാനി വൈദ്യശാസ്ത്രം അനുസരിച്ച് വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ബോഡിയുടെ അബ്നോർമൽ ചൂടാണ്, ഹീറ്റാണ്. ഈ അബ്നോർമൽ ഹീറ്റ് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒരുപാട് കാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണങ്ങളിൽ ഉണ്ടാവുന്ന കൃത്യനിഷ്ഠതയില്ലായ്മയാണ്. ഉദാഹരണത്തിന് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായി കണ്ടുവരുന്നത് കൗമാരപ്രായ, കോളേജ്, അഡൽട്ട്, സ്കൂൾ ചിൽഡ്രൻസിനടക്കം വൈറ്റ് ഡിസ്ചാർജ് കണ്ടുവരാറുണ്ട്. ഈവൺ ലോവർ പ്രൈമറി സ്കൂളിലെ സ്റ്റുഡൻസിനടക്കം വൈറ്റ് ഡിസ്ചാർജ് ചില പേഷ്യൻസിനുള്ള സിംറ്റംസ് ആയിട്ട് വരുമ്പോൾ അവരോടത് പറയുമ്പോൾ അവരൊരിക്കലും അംഗീകരിക്കാറില്ല. മറിച്ച് അവരോട് പറയും, നിങ്ങൾ ഇന്നർവെയറിൽ ചില പാടുകളുണ്ടോ, നെക്സ്റ്റ് ടൈം ചെക്ക് ചെയ്ത് വരാൻ പറഞ്ഞ് അവർ പറയും, ഡോക്ടർ പറഞ്ഞത് കറക്റ്റാണ്, ഇന്ന് ചെറിയൊരു പാട് കാണുന്നുണ്ടെന്ന് പറയും. അപ്പം പാരൻസ് നിർബന്ധമായിട്ടും നിങ്ങളുടെ കുട്ടികളുടെ ഇന്നർവെയർ ഡെയിലി ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ സിംറ്റംസ് കൂടെ നിർബന്ധമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് വയറിലുണ്ടാകുന്ന പുകച്ചിൽ, അതായത് ശരീരത്തിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതെ ഉണ്ടാകുമ്പോൾ അസിഡിറ്റി. 100% വൈറ്റ് ഡിസ്ചാർജ് പേഷ്യൻസിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന പ്രയാസമാണ് വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ. ഇത് തന്നെയാണ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്ത പ്രശ്നം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൗസ് വൈഫിനാണ് ഇത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പൊതുവെ ആൾക്കാർ പറയാറുണ്ട്, ഹൗസ് വൈഫിന് ജോലിയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താണ് പ്രയാസം എന്ന് ചോദിക്കാറുണ്ട്. അവർ മോർണിംഗ് ഫുഡൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അവർ വീണ്ടും ജോലി ചെയ്യാണ്. ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ടൈം കഴിക്കാതെ അതിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവാണ്. ഇത്തരത്തിൽ കൃത്യമായ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലെങ്കിൽ അത് വയറ്റിന് പുണ്ണുണ്ടാവാനും പിന്നീട് അത് ബോഡിയുടെ ചൂട് വർദ്ധിക്കാനും കാരണമാകുന്നതാണ്. ഈ ബോഡിയുടെ ചൂട് വർദ്ധിക്കുമ്പോഴാണ് ഈ പ്രശ്നം വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇനി എന്താണ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ പരിഹാരം എന്ന് നമുക്ക് പരിശോധിക്കാം. വൈറ്റ് ഡിസ്ചാർജിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ, ഉറക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കൃത്യസമയത്ത് ഉറങ്ങാതിരിക്കുമ്പോൾ നൈറ്റ് സോഷ്യൽ മീഡിയ അതുപോലെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തതിന് ശേഷം മോർണിംഗിൽ ഒരു 1 o'clock ശേഷം ഉറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മോർണിംഗ് എഴുന്നേൽക്കാൻ പറ്റില്ല. ഒരു കറക്റ്റ് സ്കൂളിൻ്റെ ഓഫീസിൻ്റെ ഒരു 10 to half an hour ബിഫോർ എഴുന്നേൽക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എംപ്റ്റി സ്റ്റൊമക്കായിട്ട് കോളേജിലോ സ്കൂളിലോ ഓഫീസിലോ പോകുമ്പോൾ ഇത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു ലഞ്ച് ബ്രേക്ക് വരെ വയറ് എംപ്റ്റി ആയിരിക്കും. ഇത് നിങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ കാരണം. ഇത്തരത്തിൽ വരുമ്പം മോഷൻ ക്ലിയർ ആവില്ല, വയറിന് കൃത്യമായിട്ട് ശോധന ലഭിക്കുകയില്ല ലേറ്റായിട്ട് എഴുന്നേൽക്കുമ്പോൾ. ഇതും വീണ്ടും ഈ പറഞ്ഞ കാരണങ്ങൾ വർദ്ധിക്കാൻ കാരണമുണ്ട്. അതുപോലെ തുടർച്ചയായിട്ട് എരിവ് കൂടുതലുള്ള ഭക്ഷണം. ചില പേഷ്യൻസ് പറയാൻ, ഡോക്ടർ ഞങ്ങൾക്ക് ആദ്യം അച്ചാറ് അല്ലെങ്കിൽ മുളകുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ പേടിയാണ്. കാരണം അതിൻ്റെ ഷേപ്പും ടൈപ്പും മാറിപ്പോയി, പുണ്ണിൻ്റെ അസിഡിറ്റി കുറച്ച് സിവിയർ ആയി പോയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ സൈൻ ആൻഡ് സിംറ്റംസ് നോക്കുക. ഈ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാക്കുന്ന അടയാളങ്ങൾ എന്താണെന്ന് നോക്കുക. എന്നിട്ട് ഒരു പേഷ്യൻസിനോട് ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ പേഷ്യൻസിനോട് നിങ്ങൾക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടെന്ന് പറയുമ്പോൾ അവരൊരിക്കലും അംഗീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ
അവരെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് ഡിസ്ചാർജ് എന്ന് വളരെ മോശപ്പെട്ട എന്തോ ഒരു അവസ്ഥയായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അബ്നോർമാലിറ്റിയാണ് ബോഡിയുടേത്. ട്രീറ്റ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ മാറാവുന്ന ഒരു പ്രയാസമാണ്. അതിന് പകരം ട്രീറ്റ് ചെയ്യാതെ തുടരുകയാണെങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടാവാറുണ്ട്. ചില സിംറ്റംസ് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റംസ് പറയുകയാണെങ്കിൽ ബോഡിയിൽ ശരീരത്തിൽ ഉണ്ടാവുന്ന അമിത ചൂട് തന്നെയാണ്. അതുപോലെ തന്നെ സ്മെല്ല്, വേർപ്പിൽ കഠിനമായ സ്മെല്ല് ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് ക്ഷീണം, കിതപ്പ്. പീരീഡ് സമയത്ത് അമിതമായ വയറുവേദന, നോർമലി ഫുഡ് കഴിച്ചാൽ ഉണ്ടാകുന്ന വയറുവേദന, തുടർച്ചയായിട്ടുണ്ടാകുന്ന മൂത്രക്കടച്ചൽ. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളാണ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ലക്ഷണങ്ങൾ. ഇതറിയാതെ പാരൻസിന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആയിരിക്കും. കുട്ടികൾ ചിലപ്പോൾ ദേഷ്യത്തോടെ സംസാരിക്കും, അല്ലെങ്കിൽ സങ്കടത്തോടെ സംസാരിക്കും. എന്തെങ്കിലും ജോലിയോ ചെറിയ സിമ്പിളായിട്ടുള്ള വർക്ക് അവർ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ പറയാം കഴിയണില്ല, പെട്ടെന്ന് ചൂടാവും, കഴിയണില്ല എന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും ഇത്തിരി ചെറുപ്പത്തിൽ നിനക്ക് എന്താണ്, പാരൻസ് ചോദിക്കും നിനക്ക് എന്താണ് ബുദ്ധിമുട്ട്, ഈ പ്രായത്തിൽ തന്നെ പ്രയാസമുണ്ടോ, അല്ലെങ്കിൽ എനിക്കല്ലേ പ്രയാസം വരണമെന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു ഫൈറ്റ് കിടക്കും. ചെറിയ കാര്യത്തിന് പോലും വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുക. ഈ കാര്യം അമ്മയും മകളും ആണെങ്കിൽ പ്രശ്നമില്ല, വൈഫും ഹസ്ബൻഡും ആകുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് വരികയാണ്. കാരണം ജോലി ചെയ്യുന്ന വൈഫാണെങ്കിൽ അവർ പറയും എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ചോദിക്കും ഈ ഏജിൽ തന്നെ എന്താണ് പ്രയാസം, ഞാൻ പുറത്തു പോയി ജോലി ചെയ്യണല്ലേ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. പിന്നീട് അത് മരുമകളും തമ്മിൽ, അമ്മായിയമ്മയും മരുമകളും തമ്മിലാകുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവും. കാരണം ഈ അസുഖത്തിന് പ്രത്യക്ഷത്തിൽ യാതൊരുവിധ ലക്ഷണങ്ങളും കാണാൻ സാധിക്കില്ല. വളരെ സിവിയർ ആയാൽ മാത്രമേ നമുക്ക് സ്മെല്ലോ മറ്റു കാര്യങ്ങളോ അനുഭവപ്പെടാറുള്ളൂ. അപ്പോൾ ഇത് ബോഡി വളരെ ടയേർഡായിക്കൊണ്ടിരിക്കും, HP കുറഞ്ഞുകൊണ്ടിരിക്കും. ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടറെ HP ഈ അടുത്ത് പോലും കയറ്റി, പക്ഷേ ഞാനും എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്, എനിക്ക് HP നിൽക്കണില്ല. യുനാനി വൈദ്യശാസ്ത്രം അനുസരിച്ച് ഈ പറഞ്ഞ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള പേഷ്യൻസിന് എല്ലാ സമയത്തും HP വളരെ കുറവായിരിക്കും. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ പറയാറുണ്ട് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥി ഉരുക്കുന്നതാണ്. അത് തെറ്റായ ടേമാണ്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. ബോഡിയുടെ ബേസിക് ഇപ്പോൾ കോൺക്രീറ്റ് പോലെ ബിൽഡിങ്ങിൻ്റെ അസ്ഥിത്വമാണ് അസ്ഥി. ഈ അസ്ഥി ഉരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി വീക്കാകുന്നതിന് പറയുന്നൊരു ടേമാണ്. അത് പ്രത്യക്ഷത്തിൽ വളരെ കൃത്യമായൊരു ടേമാണ്. കാരണം അവരെ കൊണ്ടൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല. 25-30 വയസ്സുള്ള യുവതികളടക്കം പറയണം ഡോക്ടർ എനിക്ക് കഴിയണില്ല, മക്കളോട് ദേഷ്യപ്പെടുകയാണ്, ഹസ്ബൻഡിനോട് ദേഷ്യപ്പെടുകയാണ്, വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇമോഷണൽ ആവുകയാണ്. പിന്നീട് അവർക്ക് തന്നെ കുറ്റബോധം വരികയാണ്. അവർ ഹസ്ബൻഡിനോട് പറയും വളരെ അധികം ഇമോഷണൽ ആവുകയാണ്, നോർമലായിട്ടുള്ള ചൂടാണ്, വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം വരികയാണ്. അവരെ കൊണ്ട് കഴിയാഞ്ഞിട്ടാണ്. ഈ പറയുന്ന ജനറൽ വീക്ക്നെസ് വളരെയധികം അവർക്ക് ബുദ്ധിമുട്ടിക്കും. പീരീഡ് സമയത്ത് സിവിയർ പെയിൻ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളാണ് ഇൻഡയറക്റ്റ് ലക്ഷണങ്ങളാണ്. അത് പേഷ്യൻറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിലാവും ബൈസ്റ്റാൻഡേഴ്സിനോട് ചോദിച്ചാലാണ്. ഇപ്പോൾ ഹസ്ബൻഡിനെ കൂട്ടിയിട്ടാണ് അവർ ഈ പ്രയാസം അല്ലെങ്കിൽ ക്ഷീണാണെന്ന് പറഞ്ഞിട്ടാണ് ജനറൽ OP വരാറ്. കൺസൾട്ടിങ്ങിന് വരുമ്പോൾ അവർ പറയാം ഡോക്ടർ ക്ഷീണമാണ്, വയറിന് വേദനയുണ്ട്, മറ്റു പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ് അവർ പറയാറ്. പിന്നീട് ഹിസ്റ്ററി എടുക്കുമ്പോഴും അവരുടെ ഫേസ് കാണുമ്പോഴും പറയുമ്പോഴാണ് അവർ ഫസ്റ്റ് ടൈം ഒരിക്കലും അംഗീകരിക്കില്ല. ഒരു 4-5 സിംറ്റംസ് തുടർച്ചയായിട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാകും. പറയുമ്പോൾ അവർ പറയും ഡോക്ടർ പറഞ്ഞതൊക്കെ 100% കറക്റ്റാണ്, ഒരുപാട് നാളായി ഈ ബുദ്ധിമുട്ട്. അപ്പോൾ പറയുമ്പോൾ അവർ ക്ലിയർ ആവും. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഒരു 3 to 4 months കൊണ്ട്, ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണാം ഒരു ദിവസം കൊണ്ട് മാറും, അങ്ങനെയൊന്നും മാറുള്ള വൈറ്റ് ഡിസ്ചാർജ്. അതിന് കറക്റ്റായിട്ടുള്ള കോസ് കണ്ടെത്തി ആ റൂട്ട് ഓഫ് കോസ് ക്ലിയർ ചെയ്യാത്തിടത്തോളം കാലം ഒരസുഖവും മാറുന്നില്ല. ടെമ്പററി റിലീഫ് ഉണ്ടാവും. ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടർ ഞാൻ ഒരുപാട് ട്രീറ്റ് ചെയ്തു, അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് പെർമനൻ്റ് ആയിട്ട് മാറാറുണ്ട്, പക്ഷേ വീണ്ടും അത് വരാറുണ്ട്. പെർമനൻറ്റ് സൊല്യൂഷൻ വേണമെങ്കിൽ നമ്മൾ ആ കാരണം അറിഞ്ഞ് ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടാറുള്ളൂ. ഇനി എന്താണ് വൈറ്റ് ഡിസ്ചാർജിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഹോം റെമഡീസ് നോക്കാം. വൈറ്റ് ഡിസ്ചാർജിന് പ്രധാനമായിട്ടുള്ള ഹോം റെമഡീസ് നമ്മുടെ നെല്ലിക്ക, തേൻ നെല്ലിക്ക മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് പകരം നമുക്ക് തന്നെ വീട്ടിൽ തന്നെ നിർമ്മിക്കാവുന്നതാണ്. അത് കഴിച്ചിട്ട് ഡെയിലി 2 നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ അത് വൈറ്റ് ഡിസ്ചാർജിന് നല്ല ഗുണം ചെയ്യും. അതുപോലെ തന്നെ മല്ലി തിളപ്പിച്ചിട്ടുള്ള പൗഡർ അല്ലാത്ത കൊത്തമല്ലി തിളപ്പിച്ചിൻ്റെ വെള്ളം ഒരു ദിവസത്തിൽ പല സമയങ്ങളായിട്ട് കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ ജീരകത്തിൻ്റെ വെള്ളം, ഇത് അസിഡിറ്റി കുറയ്ക്കുകയും ബോഡിയുടെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ പ്രധാനപ്പെട്ടാണ് ഗുൽഗന്ദ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പരിചയമില്ലാത്തൊരു ടേമാണ്, നോർത്ത് ഇന്ത്യയിൽ വളരെ സുപരിചിതമാണ്, യുനാനിയുടെ മെഡിസിനാണത്. പനനീർപ്പൂ തേനിലിട്ടുള്ള പ്രത്യേക പ്രിപ്പറേഷനാണ്. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, പല കമ്പനിയുടെയും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ ചൂട് കുറക്കാൻ പറ്റും. ഇനി എന്താണ് അതിൻ്റെ കാരണമെന്ന് ട്രീറ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഈ വൈറ്റ് ഡിസ്ചാർജ് പൂർണ്ണമായിട്ട് മാറാറില്ല. ഇനി എന്താണ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. വൈറ്റ് ഡിസ്ചാർജിൻ്റെ കോംപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാതെ വരികയും ഡെയിലി ക്ഷീണിച്ച് വരിക. ചില സ്ത്രീകളിൽ മെലിഞ്ഞു വരികയും അതുപോലെ തന്നെ HP കുറഞ്ഞു വരികയാണ്. അതിൻ്റെ ഇതോടുകൂടി തന്നെ ഇപ്പോൾ മൊബൈൽ ഫോണിൽ ബാറ്ററി ലോ ആണെന്ന അതേ അവസ്ഥ പോലെ തന്നെ ആളുടെ എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യും, കുറഞ്ഞു വരും.
അത് ഫാമിലിയിലും സ്വന്തമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് ജീവിക്കാനുള്ളൊരു ടെൻഡൻസി തന്നെ ചില പേഷ്യൻസ് ഉണ്ട്. ഡോക്ടറെ ഒരു ഇൻട്രസ്റ്റ് തീരെയില്ല, എന്താണെന്നറിയില്ല, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും തോന്നുകയാണ്. ചെറിയ കാര്യത്തിന് പോലും ഇമോഷണൽ ആവുകയാണ്, കരയാണ്, ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഓവറായിട്ട് ടെൻഷനാണ്, ഫുൾ ടൈം നെഗറ്റീവ് ചിന്താഗതിയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ലക്ഷണങ്ങളിലേക്ക് അത് സിവിയർ ആകുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വസ്ഥമായ ജീവിതത്തിൽ തിരിച്ചു വരാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വൈറ്റ് ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ടോപ്പിക്കുമായി കാണാം. നന്ദി, നമസ്കാരം.